നമ്മുടെ ബോധിധർമ്മൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഏഴാം അറിവിൽ ആ സിനിമയിലൂടെയാണ് അദ്ദേഹം വീണ്ടും ലൈം ലൈറ്റിലേക്ക് വന്നത്. ബോധിധർമ്മൻ പല്ലവ രാജ്യത്തിന്റെ 3ാമത്തെ പ്രിൻസ് ആയിരുന്നു, തൊണ്ടൈ മണ്ഡലം എന്നറിയപ്പെടുന്ന പല്ലവത്തിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ 50ാമത്തെ വയസ്സിന് ശേഷം ബുദ്ധമത സന്യാസിയായി അദ്ദേഹം രാജകീയ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം സന്യാസത്തിലേക്ക് വന്നു, ബുദ്ധമത സന്യാസിയായി. ഏതാണ്ട് 5ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹം ചൈനയിൽ ഒരു വലിയ സ്വീകരണം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം എത്തിച്ചേർന്നപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു ബുദ്ധമത സന്യാസി വരുന്നത് കൊണ്ട് ഒരുപാട് അറിയാൻ സന്യാസിമാരെല്ലാം കാത്തിരുന്നു. പക്ഷെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, എല്ലാം സൈലൻസ് ആയിരുന്നു. എംപറർ ഊഥാങ് എന്ന് പറയുന്ന ഊഥാങ് ചക്രവർത്തി അദ്ദേഹം മീറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ പല ചോദ്യങ്ങൾക്കും വളരെ ശക്തമായ മറുപടി കൊടുത്തു. അതുകൊണ്ട് തന്നെ ആദ്യം അദ്ദേഹത്തിനെ സ്വീകരിച്ചില്ല ആരും. ഷാവോലിൻ ടെമ്പിൾസിൽ പോയി ബുദ്ധമത സന്യാസികൾ അദ്ദേഹത്തിനെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം 9 വർഷം ഒരു കേവിനകത്ത് ഒരു ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോയി. വാൾ ഗേസിംഗ് മെഡിറ്റേഷൻ എന്ന് പറയപ്പെടുന്നു. ഇപ്പോഴും നമ്മൾ ഷാവോലിൻ ടെമ്പിൾസിൽ പോയാൽ അദ്ദേഹം ധ്യാനിച്ചിരുന്ന കേവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ നിന്ന് അദ്ദേഹം 2 സ്ക്രിപ്റ്റേഴ്സുമായിട്ട് വന്നു. ഒന്ന് ഇജിങ് ജിങ് എന്നും സിൻസായ് ജിങ് എന്നും പറയുന്ന 2 സ്ക്രിപ്റ്റേഴ്സ്. അത് ഇജിങ് ജിങ് ഒരു മാർഷൽ ആർട്ട് തന്നെയാണ്. ഇജിങ് ജിങ്ങിൽ നിന്നാണ് കെംപോ കരാത്തെ, ഷാവലിൻ കുങ്ഫു തുടങ്ങിയ ആയോധന കലകളെല്ലാം ഇൻസ്പയർഡായി ഇവോൾവ് ചെയ്ത് വന്നത്.